6:30ക്കും 8:30ക്കും ഇടയിലുള്ള ഒരു സമയത്തായിരിക്കാം ഈ കൊലപാതകം നടന്നത്. ഈ കൊലപാതകം നടന്നതിന് ശേഷം ആണ് ഈ ആൺസുഹൃത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് എന്നുള്ളതാണ് വിവരം. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ സമയം പോലീസ് എത്തിയിരുന്നു. കാരണം ഈ പെൺകുട്ടി വിളിച്ച ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് അതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് പോലീസ് ഈ പരിസരത്ത് എത്തിയിരുന്നു. പോലീസിനെ കണ്ടപാട് ഈ ആൺസുഹൃത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി അവിടെ വീട്ടിൽ നിന്ന് വെള്ളം ചോദിക്കുകയും അച്ഛനെ വിളിക്കാൻ മൊബൈൽ ചോദിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് അച്ഛനെ വിളിച്ച് പിന്നീട് പോകുന്നത്. എന്നാൽ ഇന്നലെ രാത്രി 9:00 കൂടിയാണ് പിന്നീട് പോലീസ് ഈ അച്ഛനെ വിളിച്ച് ഈ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നത്. പക്ഷെ ആദ്യഘട്ടത്തിലൊന്നും തന്നെ കൃത്യമായ വിവരങ്ങൾ നൽകാനോ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിരുന്നു ഈ ആൺസുഹൃത്ത് സംസാരിച്ചിരുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെയോട് കൂടിയാണ്, കാരണം ഏതാണ്ട് പോലീസിന് കൃത്യമായ വിവരം ഇതിനകത്ത് ഈ ആൺസുഹൃത്തിന്റെ ഇൻവോൾവ്മെന്റ് കൃത്യമായി മനസ്സിലായതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് കൃത്യമായി ഈ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അതിനുശേഷം കൃത്യമായി ചോദ്യം ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് തങ്ങൾ പോയ വഴികളെക്കുറിച്ച് കൃത്യമായി ഈ ആൺസുഹൃത്ത് പോലീസിന് മൊഴി നൽകുന്നത്. പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഈ കൊലപാതകവും അതോടൊപ്പം തന്നെ ലൈംഗികാതിക്രമം നടത്തി എന്നുള്ള വിവരം അല്ലെങ്കിൽ എന്നുള്ള ഒരു മൊഴി ഇപ്പോൾ ഈ ആൺസുഹൃത്ത് പോലീസിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. മാത്രമല്ല ഈ മൃതദേഹത്തിന്റെ കൈകൾ വസ്ത്രം തന്നെ ഉപയോഗിച്ച് മുൻഭാഗത്തേക്കായി കെട്ടിയിട്ട നിലയിലായിരുന്നു. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും ഈ മൃതദേഹത്തിന്റെ അരികിൽ നിന്നായി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നുള്ള ഒരു വിവരം അല്ലെങ്കിൽ ഒരു മൊഴിയാണ് ഇപ്പോൾ ഈ ആൺസുഹൃത്ത് പോലീസിന് നൽകിയിട്ടുള്ളത്. കൊലപാതകം നടത്തി എന്നുള്ളത് സമ്മതിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഏതായാലും ഇൻക്വസ്റ്റ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികളിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. ഈ രണ്ടുപേരും, അതായത് കൊല്ലപ്പെട്ട പെൺകുട്ടിയും ആൺസുഹൃത്തും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നുള്ളത്. അവരുടെ അധ്യാപകരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ചധികം നാളുകളായി ഈ യുവാവ് അല്ലെങ്കിൽ ഈ ആൺസുഹൃത്ത് സ്കൂളിലേക്ക് വരാറില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവർ തമ്മിൽ നേരത്തെ തന്നെ ചില അഫയേഴ്സ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുടുംബം നേരത്തെ പരാതി നൽകിയിരുന്നു. അത് പറഞ്ഞ് തീരുമാനിച്ചു ഇനി അങ്ങനെ ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് വിട്ടതായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം, അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും ഇന്ന് ഇപ്പോൾ ഈ നാടാകെ ഒരു സങ്കടത്തിലായിരുന്ന ഒരു കാഴ്ചയിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തുണ്ട്. മറ്റു നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതൊരു കൃത്യമായ ആസൂത്രിതമായിട്ടുള്ളൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. നേരത്തെ ആ വിളിച്ച ഫോൺ, അതായത് അമ്മയെ ഈ പെൺകുട്ടി വിളിച്ചെന്ന് പറയുന്ന ഈ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. നേരത്തെ അത് ഓണായിരുന്നു, ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അത് ഈ പയ്യന്റെ ഫോൺ തന്നെയാണോ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. മാത്രമല്ല നേരത്തെ ആ വീട്ടിൽ നിന്ന് വിളിച്ച ആ ഫോൺ വഴി അച്ഛനെ വിളിച്ചാണ് ഈ ആൺസുഹൃത്തിലേക്ക് പോലീസ് എത്തുന്നത്. തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി ഏതാണ്ട് 1 മണിയോടുകൂടി തന്നെ 1 മണി വരെ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തെങ്കിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള വിവരങ്ങളായിരുന്നു നൽകിയിരുന്നത്. തങ്ങൾ ഇങ്ങനെ ഈ വഴിക്ക് വരികയായിരുന്നു, അങ്ങനെ ഈ കാടിന്റെ പരിസരത്തെത്തിയപ്പോൾ ഒരു ട്രെയിൻ വന്നു. ആ ട്രെയിൻ വന്നപ്പോൾ താൻ അപ്പുറത്തെ സൈഡിലേക്കും പിന്നെ ഈ പെൺകുട്ടി ഇപ്പുറത്തെ സൈഡിലേക്കും വന്നു. അതിനുശേഷം കണ്ടില്ല എന്നുള്ള അടക്കമുള്ള ചില കാര്യങ്ങളായിരുന്നു, പരസ്പര വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഇന്ന് രാവിലെയോട് കൂടി പോലീസിന് ഏതാണ്ട് കൃത്യമായ വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ കൊലപാതകം നടത്തി എന്നുള്ള വിവരം ഈ ആൺസുഹൃത്ത് സമ്മതിക്കുന്നത്. അത് ലൈംഗികാതിക്രമം നടത്തിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ ഈ ആൺസുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായ ആസൂത്രിതമായിട്ടുള്ളൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. ഈ ആരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഒരു കൂടുതലായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ അടക്കമുള്ളവ. ഒപ്പം തന്നെ ജംഷീർ, ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംശയം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ ആ യുവാവിനെ
ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് പോലീസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദൃക്സാക്ഷികൾ ഉണ്ടോ? ഇപ്പോൾ പോലീസ് അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? നമുക്ക് ആളുകളൊക്കെ പ്രതികരണം നൽകുന്നുണ്ട്, പക്ഷെ അത് അവർ പറയുന്ന പ്രതികരണം. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികൾ ഉണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ? രണ്ട്, പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ എപ്പോഴായിരിക്കും പൂർത്തിയാകുക? അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? അജി, പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചൊരു കൃത്യമായ വിവരം അത് എവിടെ വെച്ച് നടക്കും? കാരണം 14 വയസ്സായ കുട്ടിയാണ്, മൈനറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിൽ അത് എവിടേക്കാണ് മാറ്റുന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായൊരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം മറ്റു നടപടിക്രമങ്ങളൊക്കെയാണ് നടക്കുന്നത്. നമുക്ക് ദൃശ്യം കാണാൻ വലിയൊരു കുറ്റിക്കാടാണ്. ഈ കുറ്റിക്കാട്ടിലാണ് വന്നത്. അപ്പോൾ ഇന്നലെ അവർ എപ്പോൾ ഇവിടെ എത്തി, എത്ര സമയം ഇവിടെ ഉണ്ടായതിനെ സംബന്ധിച്ച് ഇന്നലെ രാത്രിയൊക്കെ ഒരു പക്ഷേ വൈകുന്നേരം 6:30 ശേഷവും ഇവിടെ തന്നെ ഈ പരിസരത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടാകാമെന്നുള്ള ഒരു നിഗമനം പോലീസുള്ളത്. പിന്നെ ദൃക്സാക്ഷികൾ ഉണ്ട് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് ഈ കൊലപാതകം നടത്തിയതിനു ശേഷമായിരിക്കാം ആ പയ്യൻ സുഹൃത്ത് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ മാസ്റ്ററും അവിടെയുള്ള ചില ആളുകളും ഈ സുഹൃത്തിനെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അതിനുശേഷം വെള്ളം കുടിക്കാനായി റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ വീട്ടിലേക്ക് ഈ സുഹൃത്ത് പോയിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് ആ വീട്ടുകാർ കണ്ടിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് അച്ഛന്റെ നമ്പർ വാങ്ങി വിളിച്ചിട്ടുണ്ട്. ആ അച്ഛന്റെ നമ്പർ വാങ്ങി വിളിച്ച് അച്ഛന് വന്നതിന് ശേഷമാണ് സുഹൃത്ത് ഇവിടുന്ന് പോകുന്നത്. ആ നമ്പറിലേക്കാണ് പോലീസ് ട്രേസ് ചെയ്ത് അല്ലെങ്കിൽ പോലീസ് വിളിച്ച് ഈ സുഹൃത്തിനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഈ പരിസരത്ത് ആ സുഹൃത്ത് ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ തന്നെയുണ്ട്. ആളുകൾ പയ്യനെ കണ്ടതായിട്ടുള്ള കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ തരത്തിൽ. ശരി ജംഷീർ, ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ ജംഷീറിലേക്ക് തേടി വരാം.